ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് 17ാമത്തെ ചാപ്റ്ററായ വൈവിധ്യങ്ങളുടെ സൗന്ദര്യം. ആദ്യം തന്നെ ഒരു സ്കൂളിൻ്റെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൻ്റെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. ഇതിൽ എന്തെല്ലാം ജീവജാലങ്ങൾ കണ്ടെത്താം, അതിനെ തരംതിരിക്കൂ, അവ കാണപ്പെടുന്ന സ്ഥലം എവിടെയാണ് എന്നൊക്കെയാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. പാപ്പുവ ന്യൂഗിനിയയിലെ ഒരു മരത്തിൻ്റെ ഉപരിതലത്തിൽ 173 ഇനം ലൈക്കണുകളെ കണ്ടെത്തി. ഉഷ്ണമേഖലാ വനങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ജൈവ വൈവിധ്യത്തിൻ്റെ തോത് ഈ കണ്ടെത്തൽ സൂചിപ്പിക്കുന്നു. അപ്പോൾ പാപ്പുവ ന്യൂഗിനിയയിൽ നിന്ന് 173 ഇനം ലൈക്കനുകളെയാണ് ഒരു മരത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും കണ്ടെത്തിയത്. 2024 ഇന്ത്യയിൽ 683 എണ്ണം പുതിയ സ്പീഷീസുകളെ കണ്ടെത്തി. പുതിയ ജന്തുജാലങ്ങളെ കണ്ടെത്തുന്നതിൽ 101 സ്പീഷീസുകളുമായി കേരളം 1ാം സ്ഥാനം നേടി. കേരളത്തിൽ 101 സ്പീഷീസുകളുമായിട്ട് കേരളമാണ് 1ാം സ്ഥാനത്ത്. എന്താണ് ലൈക്കനുകൾ? ചില ആൽഗകളോ ബാക്ടീരിയങ്ങളോ ചില ഇനം ഫംഗസുകൾക്കുള്ളിൽ വസിക്കുന്നു. അപ്പോൾ ചില ആൽഗകളോ ബാക്ടീരിയങ്ങളോ ചില ഇനം ഫംഗസുകൾക്കുള്ളിൽ വസിക്കുന്നു. ഫംഗസ് ഘടനയും സംരക്ഷണവും നൽകുമ്പോൾ ആൽഗകളോ ബാക്ടീരിയങ്ങളോ പ്രകാശ സംശ്ലേഷണത്തിലൂടെ 2 ജീവികൾക്കും ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നു. ഫംഗസ്, ആൽഗ അല്ലെങ്കിൽ ഫംഗസ് ബാക്ടീരിയ ചേർന്നുള്ള സഹജീവനമാണ് ലൈക്കണുകൾ എന്ന് പറയുന്നത്. ഓരോ ജീവിയും ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് അതിൻ്റെ ഹാബിറ്റേറ്റ് അഥവാ ആവാസം എന്ന് പറയുന്നത്. അപ്പോൾ ആവാസം എന്താണ്? ഓരോ ജീവിയും ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടാണ് ആവാസം. നോക്ക്, കോറൽ റീഫ്, കണ്ടൽക്കാട്, മരുഭൂമി, നീർത്തടങ്ങൾ, ഇവയുടെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഒരു നിശ്ചിത സ്ഥലത്ത് കാണപ്പെടുന്ന പരസ്പരം ആശ്രയിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും അജീവിയ ഘടകങ്ങളും ചേർന്നതാണ് ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്കോസിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു നിശ്ചിത സ്ഥലത്ത് കാണപ്പെടുന്ന പരസ്പരം ആശ്രയിച്ച് ജീവിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളും സൂക്ഷ്മജീവികളും അജീവിയ ഘടകങ്ങളും ചേർന്നതാണ് ഒരു ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആവാസ വ്യവസ്ഥ ജീവമണ്ഡലത്തിലെ നിലനിൽപ്പിന് അടിസ്ഥാന ഘടകമാണ്. അപ്പോൾ ആവാസ വ്യവസ്ഥ ജീവമണ്ഡലത്തിലെ നിലനിൽപ്പിന് അടിസ്ഥാനമായ ഘടകമാണ്. വൈവിധ്യമാർന്ന ആവാസ വ്യവസ്ഥകൾ ചേർന്നതാണ് ഭൂമിയിലെ ജീവമണ്ഡലം. അപ്പോൾ ഭൂമിയിലെ ജീവമണ്ഡലത്തിൽ വൈവിധ്യങ്ങളായ ആവാസ വ്യവസ്ഥകൾ ഉണ്ട്. ഇപ്പം നമുക്ക് ചുറ്റും കുറേ ആവാസ വ്യവസ്ഥകളുണ്ട് അല്ലേ? അതിൽ എക്സാമ്പിൾസാണ് കോറൽ റീഫ്, കണ്ടൽക്കാട്, മരുഭൂമി, നീർത്തടങ്ങൾ ഒക്കെ ഓരോ ആവാസ വ്യവസ്ഥകളാണ്. ഇനി ഓരോ ആവാസ വ്യവസ്ഥയിലും അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന നിരവധി ജീവജാലങ്ങളും ഉണ്ട്. നമുക്ക് കുറേ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂക്കളുടെയും പിന്നെ ഉറുമ്പുകളുടെയും പലതരത്തിലുള്ള ഡിഫറെൻറ്റ് രീതിയിലുള്ള ഉറുമ്പുകൾ, ചിറകുള്ളതും വലിപ്പത്തിൻ്റെയും കളറിൻ്റെയും ഒക്കെ വ്യത്യാസത്തിലുണ്ട്. ലോകമെമ്പാടുമായി 15,000-ലധികം ഇനം ഉറുമ്പുകളെ ശാസ്ത്രജ്ഞർ കണ്ടെത്തി പേരിട്ടിട്ടുണ്ട്. കാടുകളിലും മരുഭൂമികളിലും മണ്ണിനടിയിലും ഇനിയും ധാരാളം ഇനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നു. എന്തുകൊണ്ടാണ് ഇത്രയധികം വ്യത്യസ്ത തരം ഉറുമ്പുകൾ ഉള്ളത്? 100 ദശലക്ഷം വർഷത്തിലേറെയായി ഉറുമ്പുകൾ ഭൂമിയിൽ കാണപ്പെടുന്നു. മരുഭൂമികൾ, മഴക്കാടുകൾ, പർവ്വതങ്ങൾ എന്നിങ്ങനെ പല സ്ഥലങ്ങളിൽ അതിജീവിക്കാൻ അവയ്ക്ക് കഴിയുന്നു. ആവാസത്തോട് ഇണങ്ങിക്കഴിയാനുള്ള അനുകൂലനങ്ങൾ പരിണമിച്ചു വന്നതാണ് ഇത്രയധികം ഇനങ്ങൾ രൂപപ്പെടാൻ കാരണമെന്ന് മനസ്സിലാക്കാമല്ലോ. നഗ്നനേത്രം കൊണ്ട് കാണാൻ കഴിയാത്ത ജീവികളും ആവാസ വ്യവസ്ഥകൾ ഉണ്ടാകുമല്ലോ. ഉണ്ടില്ലേ? നമ്മുടെ പല ജലാശയങ്ങളിൽ നിന്നും ജലം ശേഖരിച്ച് നോക്കിയാൽ അതിനകത്ത് നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത പലതരം ജീവജാലങ്ങളെ നമുക്ക് ലെൻസിലൂടെ കാണാൻ പറ്റും, മൈക്രോസ്കോപ്പിൽ കൂടെ കാണാൻ പറ്റും. ഇനി ജൈവ വൈവിധ്യം അഥവാ ബയോഡൈവേഴ്സിറ്റി. ആവാസ വ്യവസ്ഥ വൈവിധ്യം ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആവാസ വ്യവസ്ഥ വൈവിധ്യം, ആവാസ വ്യവസ്ഥ തലത്തിൻ്റെ വൈവിധ്യം, എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി. ജീവജാതി വൈവിധ്യം, സ്പീഷീസ് തലത്തിലെ വൈവിധ്യം. ജനിതക വൈവിധ്യം, ഒരു സ്പീഷീസിലെ വൈവിധ്യം. ഇന്ത്യയിൽ 50,000-ലധികം അരി ഇനങ്ങളും 1000-ലധികം മാവിനങ്ങളും ഉണ്ട്.
ഒരു വനത്തിൽ ആനകൾ, കുരങ്ങുകൾ, പക്ഷികൾ, പാമ്പുകൾ, പുല്ലുകൾ തുടങ്ങി ബാക്ടീരിയങ്ങൾ ഉണ്ട്. ഒരു ഗ്രാമത്തിൽ വയലുകളും തെങ്ങിൻ തോപ്പുകളും കുന്നുകളും നദികളും ചതുപ്പുകളും ഉണ്ട്. ഭൂമിയിൽ വസിക്കുന്ന സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ തുടങ്ങി വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസവും ചേർന്നതാണ് ജൈവവൈവിധ്യം. അപ്പോൾ ജൈവവൈവിധ്യത്തിന് ഒരു നിർവചനം എന്താണ്? ഭൂമിയിൽ വസിക്കുന്ന സസ്യങ്ങൾ, ജന്തുക്കൾ, സൂക്ഷ്മജീവികൾ തുടങ്ങി വൈവിധ്യമാർന്ന മുഴുവൻ ജീവസമൂഹങ്ങളും അവയുടെ ആവാസവും ചേർന്നതാണ് ജൈവവൈവിധ്യം എന്ന് പറയുന്നത്. ഇനി ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ. ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആരാണ്? സത്യഭാമ ദാസ് ബിജു. സത്യഭാമ ദാസ് ബിജു ആണ് ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്. ഡോക്ടർ സത്യഭാമ ദാസ് ബിജു, SD ബിജു, ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നു. പശ്ചിമഘട്ടങ്ങളിലെ നിരവധി പുതിയ തവള ഇനങ്ങളെ അദ്ദേഹം കണ്ടെത്തി. വിവിധ ആവാസങ്ങളിലുള്ള തവളകളെക്കുറിച്ച് അദ്ദേഹം ഗവേഷണം നടത്തുകയും അവ പരിസ്ഥിതിക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് തെളിയിക്കുകയും ചെയ്തു. മലിനീകരണവും ആവാസ വ്യവസ്ഥയുടെ ശോഷണവും മൂലം തവളകൾ നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. പ്രകൃതിയെയും ജൈവവൈവിധ്യത്തെയും സംരക്ഷിക്കാൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പ്രചോദനമേകുന്നു. അപ്പോൾ ലോക ജൈവവൈവിധ്യ ദിനം എന്നാണ് മെയ് 22 ലോക ജൈവവൈവിധ്യ ദിനം. അപ്പോൾ ഫ്രോഗ് മാൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് സത്യഭാമ ദാസ് ബിജു ആണ്. ഇന്ത്യ ഒരു മെഗാ ജൈവവൈവിധ്യ രാജ്യം. ലോകത്തിലെ ഭൂവിസ്തൃതിയിൽ 2.4% മാത്രമുള്ള ഇന്ത്യയിൽ 45,000-ലധികം സസ്യജാലങ്ങളും 91,000-ലധികം ജന്തുജാലങ്ങളും ഉണ്ട്. ഇത് ലോകത്ത് ഇന്നേ വരെ രേഖപ്പെടുത്തിയ ജീവികളുടെ 7 മുതൽ 8% വരെ വരും. ആഗോളതലത്തിൽ തിരിച്ചറിഞ്ഞിട്ടുള്ള 34 ജൈവവൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ 4 അതായത് ആ 4 ഏതൊക്കെയാ? ഹിമാലയം, പശ്ചിമഘട്ടം, അസം ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ മേഖല, പിന്നെ നിക്കോബാർ ദ്വീപുകൾ. ഇതെല്ലാം ഈ 4 നമ്മുടെ ഇന്ത്യയിലാണ്. നോക്കിയേ, ജൈവവൈവിധ്യവും ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയും. അപ്പോൾ ഒരു ആഹാര ശൃംഖലയുടെ പിക്ചറാണ് കൊടുത്തേക്കുന്നത്. നെല്ല്, എലി, പാമ്പ്, പരുന്ത്. നെല്ല് എന്താണ്? ഇവിടെ ഉൽപാദകരാണ് നെല്ല്. എലി പ്രാഥമിക ഉപഭോക്താവ്. നെല്ലിനെ ആര് കഴിക്കുന്നു? എലിയെ കഴിക്കുന്നു. പിന്നെ എലിയെ ആര് കഴിക്കുന്നു? പാമ്പ് ഇവിടെ ദ്വിതീയ ഉപഭോക്താവാണ്. അപ്പോൾ പാമ്പാണ് ദ്വിതീയ ഉപഭോക്താവ്. പാമ്പിനെ പിന്നെ പരുന്ത് കഴിക്കുന്നു, അതാണ് തൃതീയ ഉപഭോക്താവ്. ഇനി വിഘാടകർ എന്ന് പറയുന്ന ഒരിതുണ്ട്. അവരാണ് ബാക്ടീരിയ, ഫംഗസ് എന്ന് പറയുന്നത്. ഇവരെല്ലാവരെയും വിഘടിപ്പിക്കുന്ന ആരാണ്? വിഘാടകർ, ബാക്ടീരിയാസ് ആണ്. അപ്പം ഇങ്ങനെയാണ്. അപ്പം ഒരു ആഹാര ശൃംഖലയിലെ ഉൽപാദകർ എന്ന് പറയുന്ന ആരായിരിക്കും? എപ്പോഴും സസ്യങ്ങളായിരിക്കും. ഇന്നൊക്കെ എന്താണ് വിഘാടകർ അഥവാ ഡീകമ്പോസേഴ്സ്? ആവാസ വ്യവസ്ഥയിലെ മൃതശരീരങ്ങളിലെയും മറ്റ് അവശിഷ്ടങ്ങളിലെയും സങ്കീർണ തന്മാത്രകളെ വിഘടിപ്പിച്ച് ലഘു തന്മാത്രകളാക്കി പ്രകൃതിയിലേക്ക് തിരിച്ചെത്തിക്കുന്ന ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ ജീവജാലങ്ങളാണ് വിഘാടകർ എന്ന് പറയുന്നത്. ഒരു ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആഹാര ശൃംഖലകളാണ് ആഹാര ശൃംഖലാജാലം. ഇനി ആഹാര ശൃംഖലാജാലം എന്ന് വെച്ചാൽ എന്തോ? ഒരു ആവാസ വ്യവസ്ഥയിൽ കാണപ്പെടുന്ന പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ആഹാര ശൃംഖലകളാണ് ആഹാര ശൃംഖലാജാലം എന്ന് പറയുന്നത്. സസ്യം, മാൻ, ഇവിടെ കുറെ ഇത് കൊടുത്തിട്ടുണ്ട്. ആഹാര ശൃംഖലാജാലത്തിന് കാണപ്പെടുന്ന പേര്: സസ്യം, മാൻ, മുയൽ, എലി, പാമ്പ്, പുൽച്ചാടി, അണ്ണാൻ, കടുവ, കുറുക്കൻ, കഴുകൻ, തവള, ഓന്ത്. ഇതിനെ ഒരു ആഹാര ശൃംഖല ആക്കുമ്പോൾ എങ്ങനെയായിരിക്കും? സസ്യത്തെ മാൻ തിന്നാം. മാനിനെ ആര് തിന്നാം? കടുവ തിന്നാം. കടുവയെ ആര് തിന്നാം? വിഘാടകര് തിന്നാം. നോക്കുക, പോഷക തലങ്ങൾ. ട്രോഫിക് ലെവൽ എന്താണ്? നോക്കുക, ഉൽപാദകരെ പോഷകതലം 1 പറയാം. ഇനി പോഷകതലം 2 പ്രാഥമിക ഉപഭോക്താക്കളായിട്ടുള്ള അണ്ണാന്, പിന്നെ പുൽച്ചാടി, പിന്നെ ആരൊക്കെ വരും ഇതിൽ? അണ്ണാനുണ്ട്, പുൽച്ചാടിയുണ്ട്, എലി വരാം. ഇവരൊക്കെ
പോഷകതലം 2 വരുന്ന പ്രാഥമിക ഉപഭോക്താവാണ്. അതായത് ഉൽപ്പാദകരെ ഭക്ഷിക്കുന്നവരാണ് പ്രാഥമിക ഉപഭോക്താക്കൾ. പിന്നെ പോഷകതലം 3 ദ്വിതീയ ഉപഭോക്താക്കൾ. ഈ പ്രാഥമിക ഉപഭോക്താക്കളെ ഭക്ഷിക്കുന്നവയാണ്. വവ്വാലൊക്കെ വരും. ഇനി അടുത്തത് തൃതീയ ഉപഭോക്താക്കൾ വരുന്നത് പോഷകതലം 4 കഴുകനാണ് വരുന്നത്. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ് പോഷണതലം എന്ന് പറയുന്നത്. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ സൂചിപ്പിക്കുന്നതാണ് പോഷണസ്ഥലം. ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്നത് സസ്യങ്ങളിൽ നിന്നായതിനാൽ അവയെ 1-ാം പോഷകതലത്തിൽ പെടുത്താം. സസ്യങ്ങളിൽ നിന്ന് നേരിട്ട് പോഷണം സ്വീകരിക്കുന്ന സസ്യാഹാരികളെ 2-ാം പോഷണതലത്തിലും സസ്യാഹാരികളെ ഭക്ഷിക്കുന്ന മാംസാഹാരികളെ 3-ാം പോഷണതലത്തിലും പെടുത്താം. 3-ാം പോഷണതലത്തിലെ ജീവികളെ ഇരയാക്കുന്നത് ജീവികളാണ് 4-ാം പോഷണതലത്തിൽ വരുന്നത്. ഭക്ഷ്യശൃംഖല ജലം സങ്കീർണമാകുന്നതിൽ അനുസരിച്ച് ഒരു ജീവി തന്നെ വിവിധ പോഷണതലങ്ങളിൽ ഉൾപ്പെടാം. ആവാസ വ്യവസ്ഥയിലെ പ്രതിവർത്തനങ്ങൾ ഇക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻസ് നോക്ക്. അത് കൊടുത്തേക്കുന്നുണ്ട്, ഈ പിക്ചർ കൊടുത്തേക്കുന്നുണ്ട്. ഒരു നായയുടെ പടം കൊടുത്തിട്ട് പരാത ജീവനം. നായയുടെ മുകളിൽ എന്ത് ഇരിക്കുന്നു? തലയിൽ ചെള്ളിരിക്കുന്നത്. അപ്പം നായയും ചെള്ളും തമ്മിൽ എന്തായിരിക്കും? പരാത ജീവനമാണ്. അതെങ്ങനാ നോക്കൂ. ഒന്നിന് ഗുണകരം, മറ്റേതിന് ദോഷകരം. പരാതം ആഹാരത്തിനായി ആതിഥേയ ജീവിയെ ആശ്രയിക്കുന്നു. ഉദാഹരണമാണ് നായയും പിന്നെ ചെള്ളും. പിന്നെ നമ്മുടെ മാവും ഇത്തിൽക്കണ്ണിയും പറ്റും. കാരണം പരാത ജീവനത്തിൽ ഒന്നിന് ഗുണകരമായിരിക്കും, മറ്റേന് ദോഷകരമായിരിക്കും. ചെള്ളിന് ഇവിടെ ഗുണകരമാണ്, മറ്റേ നായ്ക്ക് എന്താണ്? ദോഷകരമാണ്. നായയുടെ പോഷകങ്ങളും രക്തവും എല്ലാം ആര് വലിച്ചെടുക്കും? ഈ ചെള്ള് വലിച്ചെടുക്കും. ഇനി പരുന്തും കോഴിയും, അത് ഇരപിടുത്തമാണ്. പ്രിഡേഷൻ എന്ന് വെച്ചാൽ ഒന്നിന് ഗുണകരം, മറ്റേതിന് ദോഷകരം. ഇരപിടിയന് ഭക്ഷണമാകുന്നു. അതായത് കോഴിയെ ആര് തിന്നുന്നു? പരുന്തും കോഴി. ഇതിൽ ഇര ആരാവും? കോഴിയാണ്. കോഴിക്ക് ഗുണമുണ്ടോ? ഇല്ല. പരുന്തിനാണ് ഗുണം, ഭക്ഷണം കിട്ടും. ഇനി മരവാഴയും മരവും, അതാണ് കമൻസലിസം. ഒന്നിന് ഗുണകരം, മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ല. ഇതിൽ ഗുണം ആർക്കാണ്? മരവാഴയ്ക്ക് ഗുണമാണ്. മാവിന് അഥവാ മരത്തിന് ഗുണവും ഇല്ല, ദോഷവും ഇല്ല. മരവാഴ സ്വയം ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവർക്ക് ഒരു താമസത്തിന് ഒരു സ്ഥലം എന്നുള്ള പോലെ മരത്തിൻ്റെ മുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് മരത്തിനൊരു ദോഷവും ഇല്ല. ഇനി സസ്യവും പൂമ്പാറ്റയും, അത് മ്യൂച്വലിസമാണ്. 2 ജീവികൾക്കും ഗുണകരമാണ്. പൂമ്പാറ്റയ്ക്ക് എന്ത് ചെയ്യും? പൂമ്പാറ്റയ്ക്ക് തേനും കിട്ടും, പൂവിന് പരാഗണവും നടക്കും. ഇനി വിളയും കളയും, അതായത് തുടക്കത്തിൽ 2നും ദോഷം, പിന്നീട് വിജയിക്കുന്നതിന് ഗുണം. അതായത് നമ്മൾ കൃഷിയൊക്കെ ചെയ്യില്ലേ? കൃഷി ചെയ്യുമ്പോൾ അതായത് നെല്ലും എള്ളും ഒക്കെ നടുമ്പോൾ അതിനകത്ത് കളകൾ കാണും. അപ്പം ആരാണോ ആദ്യം 2 പേർക്കും ദോഷമാണ്. ആദ്യം വിളയ്ക്ക് ദോഷമാണ് ചെയ്യുന്നത്. പിന്നീട് എന്ത് സംഭവിക്കും? ഒന്നെങ്കിൽ വിള നന്നായി വരും, അല്ലെങ്കിൽ കള നന്നായി വരും, മറ്റേത് നശിച്ചു പോകും. കള നന്നായാൽ വിള നശിക്കും, വിള നന്നായാൽ കള നശിക്കും. കാരണം എന്താ? വളമെല്ലാം അത് വിജയിക്കുന്ന ആൾ എടുക്കുന്നതുകൊണ്ട് മറ്റേ ആൾക്ക് അത് ദോഷമായിരിക്കും. മത്സരത്തിൽ തുടക്കത്തിൽ 2നും ദോഷമായിരിക്കും, പിന്നീട് വിജയിക്കുന്നതിന് ഗുണമാണ്. അപ്പോൾ പരാത ജീവനം എന്ന് വെച്ചാൽ ഒന്നിന് ഗുണം, മറ്റേതിന് ദോഷകരമാണ്. ഇരപിടുത്തത്തിലും ഒന്നിന് ഗുണവും മറ്റേതിന് ദോഷകരവും. ഇരപിടിയന് ഭക്ഷണമാകുന്നു. എന്ന് പറയുന്നത് ഇരപിടിയന് ഭക്ഷണമാകും. കമൻസലിസം എന്ന് വെച്ചാൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണവും ഇല്ല, ദോഷവും ഇല്ല. ഇനി മ്യൂച്വലിസം എന്ന് വെച്ചാൽ 2 പേർക്കും ഗുണകരമാണ്. മത്സരം എന്ന് വെച്ചാൽ തുടക്കത്തിൽ 2നും ദോഷമാണ്, പിന്നീട് വിജയിക്കുന്ന ആൾക്ക് ഗുണം. ഇത്തരത്തിലെ ബന്ധങ്ങൾ ആവാസ വ്യവസ്ഥയുടെ സന്തുലനം സ്ഥിരതയും നിലനിർത്താനും ആവശ്യമാണ്. ഇനി ആവാസ വ്യവസ്ഥയിലെ ഊർജ പ്രവാഹം നോക്കാം.
വിഘാടകർ മൃതാവശിഷ്ടങ്ങളെ സങ്കീർണ മൃതാവശിഷ്ടങ്ങളിലെ സങ്കീർണ ജൈവ തന്മാത്രകളെ ലഘു തന്മാത്രകളാക്കി വിഘടിപ്പിക്കുന്നു. അതാണ് കൊടുത്തിരിക്കുന്നത്. പ്രകാശോർജം, നെല്ലിൽ പ്രകാശോർജം, പിന്നെന്തായി അത് ആക്കി ആര് മാറ്റുന്നു? ആ രാസോർജം ആര് സ്വീകരിക്കുന്നു? എലി സ്വീകരിക്കുന്നു. പിന്നെ എലിയിൽ നിന്ന് ആ രാസോർജം ആരിലോട്ട് പോകുന്നു? പരുന്തിലോട്ട്. സസ്യങ്ങൾ പ്രകാശം ആഗിരണം ചെയ്ത് പ്രകാശ സംശ്ലേഷണ പ്രക്രിയയിലൂടെ സൗരോർജത്തെ രാസോർജമാക്കി മാറ്റുന്നു. ആ സസ്യങ്ങൾ രാസോർജമാക്കി സംഭരിച്ച രാസോർജത്തിന്റെ കുറേ ഭാഗം സസ്യഭോജികൾക്ക് ജീവപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വിനിയോഗിക്കുന്നു. അതായത് എലി നെല്ല് തിന്നുമ്പോൾ അതിന് ആ രാസോർജം അങ്ങോട്ട് പകരുന്നു, അതിൻ്റെ ജീവപ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും. പിന്നെ സസ്യഭോജികൾ സംഭരിക്കുന്ന ഊർജത്തിന്റെ കുറേ ഭാഗം മാംസഭോജികൾ ജീവൽ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കുന്നു. ലഭ്യമായ ഊർജത്തിന്റെ ഒരു ഭാഗം താപോർജമായി നഷ്ടപ്പെടുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആവാസ വ്യവസ്ഥയിലെ ദ്രവ്യപ്രവാഹം. ജീവജാലങ്ങളുടെ വളർച്ച, ശരീരത്തിന്റെ കേടുപാടുകൾ പരിഹരിക്കൽ, പ്രത്യുൽപാദനം എന്നിവയ്ക്കായി വിവിധ പദാർത്ഥങ്ങൾ, മൂലകങ്ങൾ എന്നിവ ആവശ്യമാണല്ലോ. അവയിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ്? ഒരു ആവാസ വ്യവസ്ഥയിൽ നടക്കുന്ന ദ്രവ്യപ്രവാഹത്തിന് ഉദാഹരണം ശ്രദ്ധിക്കൂ. കാർബൺ ചക്രം. ജീവശരീരത്തിലെ പദാർത്ഥങ്ങളെ മിക്കതും കാർബണിക സംയുക്തങ്ങളാണല്ലോ. ആവാസ വ്യവസ്ഥയിൽ കാർബൺ വിവിധ രൂപത്തിൽ ചംക്രമണം ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? താഴെ നൽകിയിരിക്കുന്ന പിക്ചർ നോക്കിക്കേ. ഫാക്ടറികളിൽ ജ്വലനം വഴി എന്ത് പുറപ്പെടുന്നു? കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു. അതിനെ ആര് സ്വീകരിക്കും? സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിന് ഉപയോഗിക്കുമ്പോൾ അവർ ഓക്സിജൻ പുറന്തള്ളുന്നു, ശ്വസനം. അങ്ങനെ അത് ജീവജാലങ്ങൾക്കും എല്ലാവർക്കും ഗുണകരമാണ്. ഇപ്പോൾ ശ്വസനത്തിന് ജീവജാലങ്ങൾ ശ്വസിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിനെ പുറത്തുവിടുന്നു. അങ്ങനെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വരും. ഇത് സസ്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ, സസ്യങ്ങളും ജന്തുക്കളും ഒക്കെ ഉപയോഗിക്കുമ്പോൾ പിന്നെ അതെന്ത് ഫോസിൽ ഇന്ധനമായിട്ടും അവ നശിക്കുമ്പോൾ ഫോസിൽ ഇന്ധനമായിട്ടും മാറുന്നു. ഇത് പിന്നെയും ഈ റിപ്പീറ്റായിട്ട് ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ആവാസ വ്യവസ്ഥയുടെയും ജൈവവൈവിധ്യത്തിൻ്റെയും നിലനിൽപ്പിന് ദ്രവ്യപ്രവാഹവും ഊർജപ്രവാഹവും ഫലപ്രദമായി നടക്കേണ്ടതുണ്ട്. അജീവീയ ലോകത്തു നിന്നും ആഗിരണം ചെയ്യപ്പെട്ട വിവിധ പദാർത്ഥങ്ങൾ ജീവജാലങ്ങളിലൂടെ സഞ്ചരിച്ച് അവിടേക്കു തന്നെ തിരിച്ചെത്തേണ്ടതുണ്ട്. അതിന് ആഹാര ശൃംഖലകളും ജൈവവൈവിധ്യവും പരിപാലിക്കപ്പെടണം. ഈ പ്രക്രിയകളിൽ വിഘാടകരുടെ പങ്ക് വളരെ വലുതാണ്. ജൈവവൈവിധ്യ ശോഷണം നോക്ക്, ചിത്രത്തിൽ കൊടുത്തേക്കുന്നത്. നിങ്ങളുടെ പ്രദേശത്ത് മുമ്പുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളും ഇപ്പോഴും കാണപ്പെടുന്നുണ്ടോ? നമ്മുടെ പ്രദേശത്ത് മാത്രമാണോ ഇത്തരത്തിലുള്ള ജൈവവൈവിധ്യ ശോഷണം സംഭവിക്കുന്നത്? നോക്ക്, ഈ പിക്ചർ നോക്കിക്കേ. കുറേ വേഴാമ്പല്, പിന്നെ പാതാളത്തവളയുടെ പിക്ചറുണ്ട്, സിംഹവാലൻ കുരങ്ങുണ്ട്, പിന്നെ നക്ഷത്ര ആമയുണ്ട്, വരയാടുണ്ട്. ഇവയൊക്കെ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ്. പാതാളത്തവള നോക്ക്, പർപ്പിൾ ഫ്രോഗ് അഥവാ മഹാബലി ഫ്രോഗ്. മണ്ണിനടിയിൽ ജീവിക്കുന്ന പാതാളത്തവള വർഷത്തിലൊരിക്കൽ പുറത്തു വരുന്നു. ഇണ ചേർന്നതിന് ശേഷം മുട്ടകളിട്ട് അവ തിരികെ മടങ്ങുന്നു. ദിനോസറുകളുടെ കാലത്ത് തന്നെ ഇവ ഉണ്ടായിരുന്നു. പരിണാമപരമായി കാര്യമായ മാറ്റങ്ങൾ സംഭവിക്കാത്ത ഇവയെ ജീവിച്ചിരിക്കുന്ന ഫോസിലുകൾ എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇനി റെഡ് ഡേറ്റ ബുക്ക് എന്താണ്? ഒരു സംസ്ഥാനത്തിനോ രാജ്യത്തിനോ ഉള്ളിൽ നിലനിൽക്കുന്ന അപൂർവവും വംശനാശന ഭീഷണി നേരിടുന്നതുമായ ജന്തുക്കൾ, സസ്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അഥവാ IUCN പ്രസിദ്ധീകരിക്കുന്ന രേഖയാണ് റെഡ് ഡേറ്റ ബുക്ക്. ജൈവവൈവിധ്യം സംരക്ഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഇത് വളരെയധികം സഹായിക്കുന്നു. റെഡ് ഡേറ്റ ബുക്കിൽ ഇടം പിടിച്ച ഇന്ത്യയിലെ ചില ജീവികളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. നോക്കിക്കേ, ഗംഗാസ്രാവ്, മലബാർ ഡിബേറ്റ് ക്യാറ്റ്,
മലബാർ സിവറ്റ് ക്യാറ്റ്, പിന്നെ കാശ്മീർ സ്റ്റാഗ്, രാമേശ്വരം പാരച്യൂട്ട് ചിലന്തി. എല്ലാ ജീവികളെയും നമുക്ക് എല്ലാ കാലത്തും സംരക്ഷിക്കാൻ ആകുമോ? മനുഷ്യന്റെ ആവശ്യങ്ങളും ജൈവ വൈവിധ്യ സംരക്ഷണവും ഒരുമിച്ച് നിറവേറ്റാനാകുമോ? അതിനുള്ള കുറെ പത്ര കട്ടിങ് കൊടുത്തിട്ടുണ്ട്. കാട്ടാന ശല്യം, കർഷക പ്രതിസന്ധിയിൽ കാടിന് പുറത്ത് കടുവകൾക്ക് താവളം ഒരുക്കും. പിന്നെ വന്യമൃഗങ്ങളെ തിരികെ കാട്ടിലേക്ക് കയറ്റാൻ AI സാങ്കേതിക വിദ്യ. ഇനി ജൈവ വൈവിധ്യ സംരക്ഷണം. പഴങ്ങൾ, പച്ചക്കറികൾ, അരി, മത്സ്യം തുടങ്ങിയവയാണ് നമ്മുടെ ഭക്ഷണം. കൂടാതെ സസ്യങ്ങളിൽ നിന്നും ജന്തുക്കളിൽ നിന്നും സൂക്ഷ്മജീവികളിൽ നിന്നുമാണ് പല മരുന്നുകളും നിർമ്മിക്കുന്നത്. തേനീച്ചകൾ, ചിത്രശലഭങ്ങൾ, മറ്റു പ്രാണികൾ എന്നിവ സസ്യങ്ങളിലെ പരാഗണത്തെ സഹായിക്കുന്നു. ജൈവ വൈവിധ്യമില്ലെങ്കിൽ നമുക്ക് ആരോഗ്യകരമായ ഭക്ഷണമോ ഉപയോഗപ്രദമായ മരുന്നുകളോ നല്ല അന്തരീക്ഷമോ ലഭിക്കില്ല. സസ്യങ്ങൾ പ്രകൃതിയുടെ ഔഷധ സംഭരണികൾ. പ്രാചീന കാലം മുതൽ മനുഷ്യർ സസ്യങ്ങളെ രോഗങ്ങൾ ശമിപ്പിക്കുന്നതിനും ആരോഗ്യകരമായ ജീവിതത്തിനും ഉപയോഗിച്ചു വന്നു. ഇന്നും അനേകം ആധുനിക ഔഷധങ്ങൾ സസ്യങ്ങളിൽ നിന്നോ അവയെ അടിസ്ഥാനമാക്കിയോ ആണ് നിർമ്മിക്കുന്നത്. ഇല, വേരുകൾ, പൂക്കൾ, പുറന്തൊലി എന്നിവയിൽ നിന്നെല്ലാം ഔഷധമായി ഉപയോഗിക്കാവുന്ന രാസവസ്തുക്കൾ വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഏത് ചെടിയാണ് ഔഷധ ഗുണമില്ലാത്തത് എന്ന് പറയാനാകില്ല. ഇന്ന് പാഴ്ചെടിയായി കാണുന്നതിൽ നിന്നും നാളെ ഔഷധമായി ഉപയോഗിക്കാവുന്ന രാസവസ്തുക്കളെ കണ്ടെത്തിയേക്കാം. എല്ലാ സസ്യങ്ങളും സംരക്ഷിക്കേണ്ടവ തന്നെ. ജൈവവൈവിധ്യത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അത് സംരക്ഷിക്കുവാനുള്ള ശ്രമങ്ങൾ പലതരത്തിൽ ചെയ്തു വരുന്നുണ്ട്. ഇതിനുവേണ്ടി അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിച്ചു വരുന്ന സംഘടനകൾക്ക് ഉദാഹരണമാണ് WWF, അതായത് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ, പിന്നെ IUCN, ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നിവ. പ്രകൃതി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന നമ്മുടെ രാജ്യത്തെ സംഘടനകൾ എന്തെല്ലാമാണ്? പ്രാദേശിക ആവാസ വ്യവസ്ഥകൾ സംരക്ഷിക്കുന്നതിനായി സർക്കാർ സ്ഥാപനങ്ങളും പദ്ധതികളും ഉണ്ട്. കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡ് ഇത്തരം സ്ഥാപനങ്ങൾക്ക് ഒരു ഉദാഹരണമാണ്. IUCN, WWFന്റെ ചിഹ്നമാണ് പാണ്ട, ഭീം പാണ്ടയുടെ. ഇനി പീപ്പിൾസ് ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ അഥവാ PBR. ഓരോ പ്രദേശത്തെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിൽ BMC ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റി നിലവിലുണ്ട്. അതാത് പ്രദേശത്തെ ജൈവവൈവിധ്യം കാത്തു സൂക്ഷിക്കുകയാണ് ഇതിന്റെ ചുമതല. BMCയുടെ നേതൃത്വത്തിൽ ജനകീയ പങ്കാളിത്തത്തോടെയാണ് ജനകീയ ജൈവവൈവിധ്യ രജിസ്റ്റർ അഥവാ PBR തയ്യാറാക്കുന്നത്. സൂക്ഷ്മജീവികൾ, സസ്യങ്ങൾ, ജന്തുക്കൾ തുടങ്ങിയ ജൈവ വിഭവങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ, അവയുടെ ലഭ്യത, സവിശേഷതകൾ എന്നിവയാണ് രജിസ്റ്ററിലെ പ്രധാന ഉള്ളടക്കം. ജൈവ വൈവിധ്യ സംരക്ഷണം പ്രധാനമായും രണ്ട് രീതിയിലുണ്ട്. ഏതൊക്കെയാണ്? ആവാസ വ്യവസ്ഥയ്ക്കുള്ളിലെ സംരക്ഷണം അഥവാ ഇൻസിറ്റു കൺസർവേഷൻ, പിന്നെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള സംരക്ഷണം അഥവാ എക്സിറ്റു കൺസർവേഷൻ. അപ്പോൾ ഇൻസിറ്റു കൺസർവേഷനും എക്സിറ്റു കൺസർവേഷനും എന്ന് പറഞ്ഞുകൊണ്ട് ജൈവ വൈവിധ്യ സംരക്ഷണത്തെ തിരിച്ചിട്ടുണ്ട് രണ്ടായിട്ട്. ആവാസ വ്യവസ്ഥയ്ക്കുള്ളിലെ സംരക്ഷണം എന്ന് വെച്ചാൽ എന്താണ്? പ്രകൃതിയിലുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെയും അവിടെയുള്ള ജീവജാലങ്ങളുടെയും സംരക്ഷണമാണിത്. ഉദാഹരണമാണ് നാഷണൽ പാർക്ക് അഥവാ ദേശീയ ഉദ്യാനം. എന്തിനുദാഹരണമാണ്? ഇൻസിറ്റു കൺസർവേഷന്. ദേശീയ ഉദ്യാനത്തിന് ഉദാഹരണമാണ് ഇരവികുളം, സൈലന്റ് വാലി. ഇനി വന്യജീവി സങ്കേതങ്ങൾ അഥവാ വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം ഒരു ഇൻസിറ്റു കൺസർവേഷനാണ്. ഇനി ബയോസ്ഫിയർ റിസർവുകൾ എന്താണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്, കമ്മ്യൂണിറ്റി റിസർവ്, കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ്, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ അതായത് ഹിമാലയം, പശ്ചിമഘട്ടം. ഇനി ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള സംരക്ഷണം എന്താണ്? സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ നാശം സംഭവിച്ചേക്കാവുന്ന അല്ലെങ്കിൽ നാമാവശേഷമാകാൻ സാധ്യതയുള്ള സസ്യങ്ങളെ, ജന്തുക്കളെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സമാനമായ ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് നിയന്ത്രിത സാഹചര്യങ്ങളിൽ സംരക്ഷിക്കുകയാണ് എക്സിറ്റു കൺസർവേഷൻ. ഉദാഹരണമാണ് സസ്യോദ്യാനങ്ങൾ, പിന്നെ മൃഗശാല, ജീൻ ബാങ്കുകൾ, അക്വേറിയം എന്നിവ. ഇത്രയാണ് പറയുന്നത്. അപ്പം സസ്യോദ്യാനങ്ങൾ, മൃഗശാലയും ജീൻ ബാങ്കുകൾ, അക്വേറിയം ഒക്കെ എന്തിനുദാഹരണമാണ്? എക്സിറ്റു കൺസർവേഷൻ അഥവാ ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്തുള്ള സംരക്ഷണമാണ്.
ബൊട്ടാണിക്കൽ ഗാർഡനും ഇതിൽ ഉൾപ്പെടും. ഈ ദേശീയോദ്യാനങ്ങൾ, വന്യജീവി സങ്കേതങ്ങൾ, ബയോസ്ഫിയർ റിസർവുകൾ, കമ്മ്യൂണിറ്റി റിസർവുകൾ, ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ടുകൾ ഇതൊക്കെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉള്ളിൽ സംരക്ഷണം അഥവാ ഇൻസിറ്റ്യൂ കൺസർവേഷനാണ്. ഇൻസിറ്റ്യൂ കൺസർവേഷൻ എന്ന് വെച്ചാൽ പ്രകൃതിയിലുള്ള സ്വാഭാവിക ആവാസ വ്യവസ്ഥകളുടെയും അവിടെയുള്ള ജീവിവർഗങ്ങളുടെയും സംരക്ഷണമാണിത്. അപ്പം അവർക്ക് അതായത് സ്വാഭാവിക വ്യവസ്ഥയിൽ നാശം സംഭവിച്ചേക്കാവുന്ന അല്ലെങ്കിൽ നാമാവശേഷമാകാൻ സാധ്യതയുള്ള സസ്യങ്ങളെയും ജന്തുക്കളെയൊക്കെ പുറത്തു കൊണ്ടുവന്ന് അവർക്ക് സമാനമായിട്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ച് നിയന്ത്രിത സാഹചര്യങ്ങളിൽ സംരക്ഷിക്കുന്നതാണ് എക്സിറ്റ്യൂ കൺസർവേഷൻ എന്ന് പറയുന്നത്. ഇത്രയായിരുന്നു ചാപ്റ്റർ. കുറച്ച് പഠിക്കാനുണ്ട് ഇതിനകത്ത്, നല്ലതായിട്ട് നോക്കുക. താങ്ക് യു.